ഉത്സവപ്പറമ്പുകളും ഫെസ്റ്റിവൽസിനൊക്കെ കാണാൻ പറ്റുന്ന, അതുപോലെ ബീച്ച് ഫെസ്റ്റിനൊക്കെ കാണാൻ പറ്റുന്ന ചില ഐറ്റംസ് ഉണ്ട്. അത് റിങ് എറിഞ്ഞിട്ട് സമ്മാനങ്ങൾ നേടുന്ന പരിപാടി കണ്ടോ ഇവിടെ ഒക്കെ ചേട്ടാ. ചേട്ടാ ഇതെങ്ങനെ എത്ര വരുന്നേ? ഈ നമ്മുടെ ടോയ്സ് ഒക്കെ കിട്ടും നമുക്ക് അല്ലെ? 50 രൂപയിൽ സ്റ്റാർട്ട്, 3 ബോൾസ് കിട്ടും. ആഹാ, അത് ഗ്ലാസ് പൊട്ടിക്കണം അല്ലേ? ഇതുപോലത്തെ ഫെസ്റ്റിവൽസിനൊക്കെ പോകാറുണ്ടോ? ജോലിയാണോ? ആഹാ ഹാ, ഓക്കെ ഓക്കെ, കൊള്ളാം. മലയാളി വേണം. ആ കേരള ഇതല്ലാതെ തമിഴാ? എല്ലാവരും തമിഴന്മാരാണ്. അപ്പൊ ചേട്ടൻ ഒരു ദിവസം കോലിക്ക് നിൽക്കാം. പേരതാ? ഇവിടെ ഈ നാട്ടുകാർ തന്നെയാ? നമ്മുടെ കൈപ്പുറം, നമ്മുടെ ബീച്ചിന്റെ ഒക്കെ വളർച്ച കണ്ടിട്ടുള്ള വ്യക്തി. എങ്ങനെയുണ്ട് കൈപ്പുറം ബീച്ചിന്റെ ഓരോ വർഷത്തെ വളർച്ച? കുഴപ്പമൊന്നുമില്ല, നല്ല നടക്കണം. ഇങ്ങനെ ജോലിയും കിട്ടും നമുക്ക് ഇവിടെ ഈ ഒരു ഫെസ്റ്റിവൽ പോലെ. അത് വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഫാമിലി എല്ലാവരും വരും? എല്ലാവരും വരും, കാണും. ഓക്കെ, ഇതാണ് റൈറ്റ്. അത് ചേട്ടാ ഇറക്കടക്കട്ടെ, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ഓക്കെ, ശരിട്ടാ. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇതിപ്പോ തമിഴ് ടീമാണ് നടത്തുന്നത് പറഞ്ഞ ഈ ഒരു ഏരിയ മൊത്തം കുട്ടികൾക്ക് ഏരിയകളും കാര്യങ്ങളും പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇങ്ങനൊരു ചെറിയ കട, പക്ഷെ ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് ഫാൻസിയും ഇപ്പുറത്ത് കുട്ടികൾക്കായിട്ടുള്ള കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ്. എന്തായാലും ഇതിന്റെ മുതലാളി നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലോ. ഷിഹാബ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങള് വർഷങ്ങളായിട്ടോ ചെയ്യുന്നുണ്ട് അതോ? ഞങ്ങളിപ്പോ 1 year ആയിട്ട് ചെയ്യുന്നുണ്ട്. അതല്ല, ഓക്കെ. ഉത്സവപ്പറമ്പുകളാണോ അതിലെങ്കിൽ? അല്ലല്ല, നമ്മള് ഇവിടെ ഉണ്ട്, പിന്നെ കൊടുങ്ങല്ലൂരുണ്ട്, കോട്ടപ്പുറത്ത്. 2 ആയിട്ടുണ്ട്. കൂടി ഇവിടെ ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ടാണോ? അവിടെ സ്ഥിരമായിട്ടാണ്. നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എവിടെയാവും? രാവിലെ അല്ല, 3 മണിക്ക് ശേഷമാണ്. ഇത് എത്ര നാളായിട്ട് ഇട്ടിട്ട്? ഇവിടെ ഇപ്പൊ 1 week ആയിട്ടുണ്ട്. 1 week ആയിട്ടുള്ള. അപ്പൊ നമ്മുടെ ഈ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇട്ടതാണോ? ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടല്ല, നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടതാണ്. അപ്പൊ ബീച്ച് ഫെസ്റ്റിവലിനോട് കൂടി നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അതെ, അപ്പൊ അതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ? നല്ല സപ്പോർട്ടാണ്, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ വരുന്ന ആൾക്കാരും കുഴപ്പമില്ല, നല്ലതായിരുന്നു. കാരണം മറ്റുള്ള വ്യത്യസ്തമായിട്ടല്ല നമ്മൾ ചെയ്തു. അതെ അതെ, അതാണ് ഒരു കുറച്ച് വ്യത്യസ്തതയുണ്ട്, നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിലേക്ക് നമ്മൾ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്ട് ഉണ്ടല്ലോ, അതാണ് നമ്മൾക്ക് എപ്പോഴും വ്യത്യസ്തമല്ല വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്ത് എല്ലാവരും വന്ന് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതെ, കീ ചെയിൻസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സുകള്, പിന്നെ അതുപോലെ തന്നെ ഓർണമെന്റ്സ്, പിന്നെ ഒരുവിധം പുതിയ ആൾക്കാർക്ക് പറ്റി, കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റിയ ഒരുവിധ ഐറ്റംസുകൾ നമ്മളിവിടെ ഉണ്ട്. ഇതിൽ പോകുന്ന ആരും പെട്ടെന്ന് നോക്കും. എല്ലാവരും വന്ന് ആരായാലും മേടിച്ചിട്ടില്ല, ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും പോകുന്നു. അതാണ് അതല്ലേ നൈസ്, കൊള്ളാം, ഭയങ്കര വെറൈറ്റി ഉണ്ട്. ഈ ഐഡിയ ആരെയായിരുന്നു? ഇത് അനിയന്റെ ഐഡിയ ആണ്. അതല്ലേ, ആഷിക്ക് അവിടെ കോട്ടപ്പുറം കോട്ടപ്പുറത്ത് ചെയ്യുന്നു. അവര് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും ഐഡിയയും ഗംഭീരമായിട്ടുണ്ട്. സ്റ്റോളും ഈ പറഞ്ഞ ഷോപ്പ് ചെറിയ ഷോപ്പ് ആണെങ്കിലും ഗംഭീര സാധനമായിട്ടുണ്ട്. ശരി, ഓക്കെ. എന്തായാലും ഇനി ഒരുപാട് കച്ചവടം അവിടെ. ശരി, ഓക്കെ, ശരി. ഈ ബീച്ച് ഫെസ്റ്റിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ വരുന്നതും കാണുന്നതൊക്കെ? ഇതാണോ? നമ്മുടെ ഈ കൈപ്പുറം ബീച്ച് ഫെസ്റ്റിന് വരാറുണ്ടോ ഇതിനു മുന്നൊക്കെ? ഞാൻ കൈമ്പറങ്ങാരൻ തന്നെ. ഇവിടെ അടുത്ത് തന്നെ, 1 kilometer ഉള്ളു ഇവിടെ. നമ്മള് കൈമ്പറത്തിന്റെ ഒരു വളർച്ച കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ പുറത്തായിരുന്നു, ഒരു 8-10 വർഷത്തോളം ഞാൻ പുറത്തായിരുന്നു. ആദ്യമായിട്ടാണ് ശരിക്കും ഫുള്ളായിട്ട് കാണുന്നത് ബീച്ച് ഫെസ്റ്റിവല്. അങ്ങനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഫുള്ളായിട്ട് കാണുന്നത്. ഫുള്ളായിട്ട് കാണുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. എങ്ങനെയുണ്ട് ഫുള്ളായി കണ്ടിട്ട്? എങ്ങനെയുണ്ട് ഇത്രയും വർഷത്തെ? പിന്നെ നമ്മളെ ഈ സ്ഥലത്ത് ഇത്രയും അധികം ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, നമ്മുടെ സ്ഥലം അറിയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ ആൾക്കാരായിട്ട് കണ്ടുവരും, നിങ്ങൾ പോലുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടാനും. മണപ്പുറം ബീച്ച് ഫെസ്റ്റ്, അത് കൈപ്പുറം ബീച്ച് ഫെസ്റ്റ് ശരിക്കും 11 വർഷങ്ങൾ ഇങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റാളിട്ട് മൊത്തം പ്രോഗ്രാമും കണ്ടു. ഇനിയിപ്പോ അടുത്ത വർഷം ഇതുപോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും? അടുത്ത വർഷം ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. നെക്സ്റ്റ് പുതിയ പുതിയ ഷോപ്പുകൾ ഓപ്പൺ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പിന്നെ വരുന്ന ആൾക്കാരുടെ സപ്പോർട്ട്, അവരുടെ സപ്പോർട്ടാണ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തതും.
അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ബീച്ച് ഏരിയ ബേസ് ചെയ്തിട്ട് തന്നെയാണോ അങ്ങനെ ഷോപ്പുകൾ പ്ലാൻ? അല്ലല്ല, നമ്മൾ അങ്ങനല്ല. നമ്മൾക്ക് ഒരു എന്താ പറയാ, എവിടെയാണ് കൂടുതൽ കസ്റ്റമേഴ്സ് എത്തിപ്പെടുന്നത് അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മറ്റുള്ള സോഷ്യൽ മീഡിയ വഴി എന്താ പേരെന്താ? ക്ലോസിക്കൗട്ട് ഓൺലൈനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. ജസ്റ്റ് നമ്മളെ നമ്പർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മണപ്പുറം ബീച്ച് ജസ്റ്റ് ആസ്വദിക്കുക. അപ്പം തന്നെ ഇവിടുന്ന് കച്ചവടം നടക്കട്ടെ. താങ്ക് യു. നിരവധി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ നമ്മുടെ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ അവിടുത്തെ ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ചേച്ചി പേരെന്താ? അശ്വിൻ കാറ്ററിംഗ്. ചേച്ചി സ്ഥിരമായിട്ട് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്? സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കല്യാണം എല്ലാം പാചകം ചെയ്യുന്ന ആളാണ്. അതല്ല, സ്വന്തമായിട്ട് വീട്ടില് കാറ്ററിംഗ് റൂമൊക്കെ ഉണ്ട്. എത്ര വർഷമായി? അപ്പോ 20 വർഷമായി. 20 വർഷമായി ഫുഡിന്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എവിടെയാ സ്ഥലം? എവിടെയാ? കഴിയുമ്പുറത്താണ് വീട്. അതെല്ലേ. അപ്പൊ അശ്വിൻ കാറ്ററിംഗ് കുറച്ച് ഫേമസ് ആയി തുടങ്ങി ഇപ്പൊ. ഓക്കെ, എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ചേച്ചി ചെയ്യുന്നത്? ഞാൻ മസാല ദോശ, ചിക്കൻ ബിരിയാണി എല്ലാ ഐറ്റംസും ചെയ്യും. ഹോട്ടലുണ്ടോ? ഹോട്ടലില്ല, നമ്മള് കല്യാണത്തിനൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ചെന്ന് നേരിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. വീട്ടിൽ പോയി ചെയ്യുന്നതാണ്. അതല്ലേ. സ്വന്തമായി കടയൊന്നുമില്ല. നമ്മുടെ ഈ സീസൺ 11 വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. ചേച്ചി കുടുംബശ്രീയുടെ ഭാഗമാണ്? കുടുംബശ്രീയുടെ ഭാഗമാണ് ഞാൻ. കുടുംബശ്രീ കൂടെ വളർന്നു വന്നാണ്. ഞാൻ CDC മെമ്പറാണ്. ഇപ്പോഴും കുടുംബശ്രീയുടെ ഭാഗം തന്നെയല്ലേ? ഭാഗം തന്നെയാണ്. ഒറ്റയ്ക്ക് കുടുംബശ്രീയിലെ വളർന്നു, ഒറ്റയ്ക്ക് ഒരു ഷോപ്പ് ഇത് പറഞ്ഞ സ്റ്റാളൊക്കെ ഇട്ടിട്ട്. ഇത് ആദ്യമായിട്ടാണ് സ്റ്റാൾ ഇടുന്നത് അല്ലെങ്കിൽ? അല്ലല്ല, 11 വർഷമായിട്ട് ഞാൻ സ്ഥിരമായി സ്റ്റാളുണ്ട്. എവിടേക്കാണ്? ഇവിടെ നമ്മുടെ ഇവിടുത്തെ. ഇത് 11 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ 11 വർഷം കൊണ്ടുള്ള നമ്മുടെ കൈമറം ബീച്ചിന്റെ മണപ്പുറം ബീച്ച് എല്ലാവരും വളർത്തിയുള്ള ഒരാളാണ്. ടൂറിസ്റ്റ് മേഖല ഞാൻ ഒരു കമ്മിറ്റി അംഗം കൂടിയാണ് തുടക്കം മുതൽ. അപ്പൊ ഒരു വളർച്ചയെ കുറിച്ചൊന്ന് വളർച്ചയാണ്. നമ്മളെ കഴിമ്പ്രം ബീച്ചിന് നല്ലൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഏത് മേഖല വെച്ചാലും കൈവച്ച് പോയിട്ടുണ്ട്. ബീച്ച് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ജനങ്ങളും വളർന്നിട്ടുണ്ട്, ബീച്ചും വളർന്നിട്ടുണ്ട്. അതെ, അതാണ് ഇവിടുത്തെ ഒരു നമ്മുടെ അധികാരികളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും ഏത് മേഖലയായാലും എല്ലാ ഫണ്ടും കിട്ടിയിട്ടാണ്, നമ്മൾ പഞ്ചായത്തിന്റെ എല്ലാ ഫണ്ടും കിട്ടിയിട്ടാണ് ബീച്ച് വളർന്നിട്ടുള്ളത്. മറ്റുള്ളവർക്ക് പൊതുവെ പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന്. പക്ഷെ ഇത് അങ്ങനെയല്ല, എല്ലാപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും എന്തൊക്കെ മാറ്റങ്ങൾ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? എനിക്ക് മാറ്റം തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ 11 വർഷത്തിന് മുമ്പ് ഇവിടെ ഇങ്ങനത്തെ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഈ പാർക്കിങ്ങും അതും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പടിപടിയായിട്ട് വളർച്ച വന്നതാണ്. അതെ അല്ലേ. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജിമ്മ് വന്നു. ഞങ്ങളൊരു ഇത് തുടക്കുമ്പോൾ അത്ര അധികം ലക്ഷം ഒന്നുമില്ല. ഇപ്പൊ ഒരു 19 ലക്ഷത്തിന്റെ ബീച്ച് ഫെസ്റ്റിലാണ് ഇവിടെ നടന്നു പോകുന്നത്. നമ്മളിവിടെ ബീച്ചിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ കാറ്ററിംഗ് സർവീസിൽ ഇവിടേക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ നന്നായിട്ട് വരാറുണ്ട്. എനിക്ക് കുഴപ്പമില്ലാത്ത ഇതുണ്ടാവാറുണ്ട്. ഏത് മേഖലയായാലും എനിക്ക്. ഇനി അടുത്ത വർഷവും ചേച്ചിയുടെ ഫുഡ് ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാ വർഷവും ഞാനുണ്ടായിരിക്കും. ഒന്നും പറ്റാണ്ടായാൽ നമ്മള് അല്ലേ അപ്പൊ നോക്കാം നമുക്ക്. ഇതുപോലെ എത്ര സ്റ്റാഫുകളുണ്ട് ചേച്ചപ്പോൾ? ഞങ്ങൾ 5-6 പേരുണ്ട്. അതല്ല, എല്ലാവരും സ്ത്രീകൾ തന്നെയാണോ? സ്ത്രീകൾ എല്ലാ പുരുഷന്മാരും ഉണ്ട്. നമ്മളെന്തായാലും കല്യാണത്തിന് പുറത്തിന് പോകും. എന്റെ പണിക്കാര് സ്ഥിരം എല്ലാവരും ഒരുമിച്ചുണ്ടാവും അല്ലേ? എത്ര ടൈം ഉണ്ടാവും ഇപ്പൊ ഇവിടെ? ഞങ്ങൾ ചിലപ്പോ 12 മണി, ചിലപ്പോ 1 മണി, 31 ഫുൾ ഡേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആശ ചേച്ചി ഉണ്ടാക്കുന്ന, ആശ ചേച്ചിയുടെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പഠിക്കുക അല്ലേ? ഓക്കെ, എന്തായാലും ആശ ചേച്ചിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അശ്വിൻ കാറ്ററിംഗ് അല്ലേ? അശ്വിൻ കാറ്ററിംഗ് കൈമ്പ്രം. എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം. കാത്തിരിക്കാം.